വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. ഇത് ഉള്ളി കൊണ്ടൊന്നല്ല കേട്ടോ, നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ക്യാബേജ് കൊണ്ടാണ്. നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് എടുത്തിട്ട് ഇങ്ങനെ റഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് സവാള കണ്ടില്ലേ, ഇതുപോലെ ക്യാബേജ് കട്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു സൈസിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കറിവേപ്പില, ഇതും ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ക്യാബേജിലോട്ട് ഈ ഒരു സവാളയും പച്ചമുളകും ഒക്കെ കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഓയിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാബേജിലുണ്ടാകുന്ന ഒരു വെള്ളം നനവൊക്കെ ഉണ്ടാവില്ല, അത് വെച്ച് മാക്സിമം നമുക്ക് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ തികയാത്ത വെള്ളം മാത്രം നമുക്കൊന്ന് കൈ വെച്ചൊന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതൊരു ക്യാബേജ് ബജ്ജിയാക്കി എടുക്കരുത്. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ മാവൊന്ന് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ അത്രേ വേണ്ടൂ. എനിക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്തോളൂ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി. അതുപോലെ തന്നെ ഓവറായിട്ട് കടലമാവൊന്നും ഒഴിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോട്ട് ചെയ്ത് കിടക്കാനേ പാടുള്ളൂ. അപ്പോഴാണ് നമുക്കതൊരു പക്കോട ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ക്യാബേജ് ബജ്ജിയായി മാറും കേട്ടോ. ഇനി ചൂടായിട്ടുള്ള ഒരു എണ്ണ, ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായതിനു ശേഷം നമുക്കിത് കുറച്ചായിട്ട് പിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ല, അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. പ്രത്യേക ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് പിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി വരും. പക്ഷേ അത്രയും നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതെല്ലാം തന്നെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നന്നായി നമുക്ക് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ക്യാബേജ് പക്കോട ക്യാബേജ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയേയില്ല. നമ്മൾ ഉള്ളിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, അതും നന്നായി തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും വറുത്ത് കോരാം. വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ഇത് ക്യാബേജ് വെച്ച് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, ഒരു ചെറിയ പീസ് ക്യാബേജ് വെച്ച് ഒരു പ്ലേറ്റ് നിറയെ ക്രിസ്പി പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കാൻ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ക്രിസ്പിയാണ്. എന്താ പറയുക, കുറച്ചും കൊണ്ട് നടക്കുക. ഇത് നമുക്ക് ഒരു 2 ദിവസം വരെയൊക്കെ ഈ ക്രിസ്പിനെസ്സിൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, എന്തുമാത്രം ക്രിസ്പിയാണ് അല്ലേ? നല്ല പൊടിഞ്ഞു പോരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്. ഇത് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്രിസ്പി ക്യാബേജ് പക്കോട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.